ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരമുള്ളൊരു വീഡിയോ ആണ്. അത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, അതിൽ കുറച്ച് വേക്കൻസികൾ നിലവിൽ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ നിൽക്കേണ്ട. കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. നമുക്ക് PSC ഒക്കെ പോലെ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലുള്ള, അതായത് നമുക്ക് പബ്ലിക് സെക്ടറിലേക്കൊക്കെ, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പബ്ലിക് സെക്ടറിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇത് വഴിയാണ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇത് പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ഒരു വെബ്സൈറ്റാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ദെൻ അതോടൊപ്പം വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാം. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ സർവീസ് ചാർജ് അതിനുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒരു ലിങ്ക് അവിടെ കാണാം, ഒരു സ്ക്രീനിൽ ഇവിടെ കാണാം. നമ്മുടെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് 2 or more ലിങ്ക്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ലിങ്ക് ഇവിടെ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലാൻഡിംഗ് പേജാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ISRൻ്റെയും RRBൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനിയും കൂടുതൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. കൂടുതൽ ഡീറ്റെയിൽഡ് സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മൾ പതുക്കെയാണ് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ലിങ്ക് നമ്മുടെ ഓരോ വീഡിയോയുടെയും താഴെ ഉണ്ടായിരിക്കും കേട്ടോ, ഇതിൻ്റെ ലിങ്ക് അല്ല. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളിതിൽ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സർവീസ് ചാർജ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ ബാക്ക് ബട്ടൺ ഒന്നും അടിക്കാൻ പാടില്ല. ആ പേജ് അങ്ങനെ വെക്കുക. ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യുന്നൊരു സംവിധാനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫയൽ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യുമ്പം 6 MB 7 MB ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് നെറ്റ്വർക്ക് ഡിലേ ആണെങ്കിൽ മാത്രം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല, അതിൽ നിങ്ങൾക്ക് മെയിൽ ID ഉണ്ട്. മെയിൽ IDയിൽ മെയിൽ അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നമ്പർ ഉണ്ടാവില്ല, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ PDF അയച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്നിട്ടാണ് അതിൻ്റെ വേക്കൻസിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ നമുക്ക് പറയാം. അതായത് അതിൻ്റെ ഒരു പത്രക്കുറിപ്പ് നമുക്ക് അതിൻ്റെ സൈറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അത് വായിച്ചിട്ട് തന്നെ ഞാൻ പറയാം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ, എഴുത്ത് പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, അഭിമുഖം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലൂടെ സെലക്ഷൻ നടത്തുന്നതിന് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ഏജൻസിയാണ് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ വരുന്ന ഒഴിവുകൾ, അതായത് കേരള PSC വഴി ഉള്ള നിയമനമല്ലാത്ത മറ്റു സ്ഥാപനങ്ങൾ, കേരള PSC വഴി റിപ്പോർട്ട് ചെയ്യുന്ന നിയമനങ്ങളല്ലാത്ത മറ്റു പല സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലൊക്കെയുള്ള കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്ക് എഴുത്ത് പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, അഭിമുഖം നടത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു ഏജൻസിയാണ് നമ്മുടെ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് എന്ന് പറയുന്നത്. ഇനി പ്രസ്തുത തസ്തികകളിൽ മേൽപ്പറഞ്ഞ സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ബോർഡ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതല്ല. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങളുണ്ടാവും, പരീക്ഷ ഉണ്ടാവും, സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, അഭിമുഖം ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കറക്റ്റായിട്ട് റാങ്ക് ലിസ്റ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സുതാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പോ വഞ്ചനയോ നടത്തുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രസ്തുത വ്യക്തികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായി ആ വിവരം ഈ സ്ഥാപനത്തിലെ വിജിലൻസ് ഓഫീസറായ സെക്രട്ടറിയെ ചുവടെ ചേർത്തിരിക്കുന്ന ഇമെയിൽ വിലാസത്തിലോ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ വിജിലൻസ് വകുപ്പ് മേധാവിയെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മെയിലിലേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ കുറിച്ചൊരു പത്രക്കുറിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്തിനാണ് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കേരള PSC മുഖേനയല്ലാത്ത നിയമനങ്ങളുണ്ടാവുമല്ലോ. കേരള സർക്കാരിന് കീഴിലുള്ള മറ്റൊരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വിളിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് നിലവിൽ വന്നിരിക്കുന്നൊരു വേക്കൻസി നോട്ടിഫിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് കാണിക്കും. നിലവിലുള്ള ലൈവ് ആയിരിക്കുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഇത് ഏത് ഇൻഡസ്ട്രിയിലേക്കുള്ള വേക്കൻസിയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാം, സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ്. അപ്പോൾ ആരാണ് സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ് ലിമിറ്റഡ് ജസ്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, SAFLൻ്റെ ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ,
അപ്പോൾ SIFL എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു പബ്ലിക് സെക്ടർ സ്ഥാപനമാണ് ഈ പറയുന്ന SIFL എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനമായിട്ട് ഇതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതായത് ഈ പറയുന്ന എയറോസ്പേസ് ആൻഡ് ഡിഫൻസിലേക്കും ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ എർത്ത് മൂവിങ്, അതുപോലെ റെയിൽവേസ്, ഇങ്ങനെ വിവിധ സെക്ടറുകളിലേക്കുള്ള ആവശ്യമായിട്ടുള്ള എഞ്ചിൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് ബോഡി കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ SIFL ചെയ്യുന്നത്. SIFL സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂരിലാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് നിലവിൽ കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് SIFLൻ്റെ മുൻപൊക്കെ എന്ന് വെച്ചാൽ SIFLൻ്റെ വെബ്സൈറ്റിൽ എന്താണ് അവർ പബ്ലിഷ് ചെയ്തിട്ട് അതുവഴി അവർ തന്നെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരുമിപ്പിച്ച് കുറച്ചും പാടെ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ പറഞ്ഞിരിക്കുന്ന കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും. അപ്പം ഈ മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇതുവഴിയാണ് ഇനി നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന SIFL വന്നിരിക്കുന്ന ഇതേ സെയിം വേക്കൻസികൾ ഇതിപ്പോൾ SIFLൻ്റെ കരിയർ പേജാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സീനിയർ മാനേജർ, നിങ്ങൾക്ക് സ്കിൽഡ് വർക്കർ, ആ സെയിം നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ സെയിം എന്താണ് വേക്കൻസി എന്നാണ് നമ്മുടെ ഈ പറയുന്ന KPESRBയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ മറ്റൊരു കാര്യം കാണിക്കും. ഇപ്പോൾ SIFL നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ കരിയർ പേജിൽ വന്നാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നത് നോക്കാം നിങ്ങൾക്ക്, കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള പബ്ലിക് സെക്ടറിലേക്ക്, അതായത് PSC മുഖേനയല്ലാത്ത വരുന്ന നിയമനങ്ങളെല്ലാം നടത്തുന്നത് നമ്മുടെ ആരായിരിക്കും? നമ്മുടെ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡായിരിക്കും. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഇതിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഹോം പേജിൽ ജസ്റ്റ് 1 ടൈം രജിസ്ട്രേഷൻ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഹോം പേജ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലിങ്കാണ് തരും, ഹോം പേജിൻ്റെ ലിങ്കാണ് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്ക് വരും. വേക്കൻസി ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. വേക്കൻസി ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ പോസ്റ്റ് നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളൊക്കെ ജസ്റ്റ് നോക്കാം. അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സ്കിൽഡ് വർക്കർ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ആ ഒരു PDF ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം സ്ക്രീനിൽ വളരെ നീറ്റായിട്ടുള്ള, വളരെ ബ്രീഫായിട്ടുള്ള, വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ ഇവിടെ കാണാൻ പറ്റും. ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് April 1 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓപ്പണിംഗ് ഡേറ്റ് March 2 മുതലാണ് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. ക്ലോസിംഗ് ഡേറ്റ് 1/4/2024 വരെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്ന ഏതാണ് സെക്ടർ വിളിച്ചിരിക്കുന്നതെന്ന് ഇവിടെ കൊടുക്കുന്നത് സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് ആണ്. സ്കിൽഡ് വർക്കർ, ഇലക്ട്രീഷ്യൻ ആണ്. 3 വേക്കൻസിയാണ്. ഇതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കമ്പനി പ്രൊഫൈലിനെ കുറിച്ചിട്ട് ആരാണ് ഈ പറയുന്ന SIFL എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ, റെസ്പോൺസിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം SSLC പാസ്സായിരിക്കുക, പ്ലസ് എന്താണ് ITI ആണ്. ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ട്രേഡിൽ എന്താണ് ITI പാസ്സായിരിക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് അപ്രൻറ്റീഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പം പലരും നമ്മൾ അപ്രൻറ്റീഷിപ്പിൻ്റെ ഒക്കെ വീഡിയോ ചെയ്ത സമയത്ത് പല ഉദ്യോഗാർത്ഥികളും എന്താണ് അപ്രൻറ്റീഷിപ്പ് എന്താണ് വെറുതെയാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്രൻറ്റീഷിപ്പിൻ്റെ ഒക്കെ പ്രാധാന്യം നിങ്ങളിവിടെ മനസ്സിലാക്കുക. അപ്രൻറ്റീഷിപ്പും കൂടെ വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ITI മാത്രം പോരാ, ITIയുടെ കൂടെ എന്ത് വേണം? നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണമെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം 36 ഏജ് ലിമിറ്റ്. സാധാരണ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് PSCയുടെ മായിരുന്നു അത്ര ഒരുപാട് എന്താണ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ അത്രയും എന്താണ് ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് എന്താണ് ഒരു എൻട്രി നമുക്ക് ഇതിലേക്ക് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നുണ്ടോ? അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് ആണ് നമുക്ക് വേണ്ടത്, വേറെ എക്സ്ട്രാ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് വേണ്ട. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് ആൻഡ് പ്രൊബേഷൻ പീരീഡൊക്കെ പറയുന്നുണ്ട്. ട്രെയിനിങ് സമയത്ത് നമുക്ക് 1 ഇയർ ആയിരിക്കും ട്രെയിനിങ് ഉണ്ടായിരിക്കുക. 9,000 പെർ മന്ത് ലഭിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 വർഷം ഒരു സാറ്റിസ്ഫാക്ടറി പ്രൊബേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 വർഷം പാടെ എന്താണ് ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അങ്ങനെ ടോട്ടൽ 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പെർമനൻ്റ് ആയിട്ട് കൺഫർമേഷൻ, അതായത് നമുക്കിതിൽ സ്ഥിരപ്പെടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ 3 വർഷം ടോട്ടൽ നമ്മൾ നല്ല രീതിയിൽ എന്താണ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സെക്ടറിൽ നമുക്ക് അതൊരു പെർമനൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, മാറ്റുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പെർമനൻ്റ് അല്ല, ജസ്റ്റ് നമുക്കൊരു ട്രെയിനിങ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു എൻട്രിയാണ്. അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഓവർ എന്താണ് ടൈറ്റ് കോമ്പറ്റീഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താണ് ചിലപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങൾ മാത്രമായിരിക്കും, ചിലപ്പോൾ എക്സാം ആയിരിക്കും. അപ്പോൾ അത് അവർ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാനാണ് അധികം സാധ്യത. ചിലപ്പം എക്സാം നടത്തും. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിടാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിലേക്ക് നിലവിൽ 3 വേക്കൻസിയാണ്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടനവധി വേക്കൻസികൾ എന്ത് ചെയ്യും ഇതിൽ ഇനിയും എന്താണ് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. കാരണം ഇനി മറ്റെല്ലാത്തിൻ്റെയും ഇതുവഴി തന്നെ ഏകീകരിച്ച് കൊണ്ടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. ഇനിയിപ്പോൾ അടുത്ത് നമുക്കിപ്പം എഞ്ചിനീയർ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക്
4 വേക്കൻസി ഉണ്ട് ഇതിൽ. അതിൻ്റെ സ്കെയിലൂടെ കാണാം. 18,700 മുതൽ 33,680 അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബി ഓർ ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബി ഓർ ബി ടെക് 60% മാർക്കോട് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. 36 ഏജ് റിലാക്സേഷനൊക്കെ ഉണ്ടായിരിക്കും നിശ്ചിതമായിട്ടുള്ള ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വർക്കിംഗ് നോളജ് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന CAD അങ്ങനെയുള്ള ഇതിലൊക്കെ. ഓക്കെ, ബാക്കിയൊന്നും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി വേക്കൻസികൾ വരുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫിറ്റർ ഉണ്ട്, മെഷീനിസ്റ്റ് ഉണ്ട്, ഇപ്പോൾ സ്കിൽഡ് വർക്കർ IT കഴിഞ്ഞവർക്ക് ഫിറ്റർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡ്രാഫ്റ്റ്മാൻ, മെക്കാനിക്കൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉണ്ട്, IT ഉണ്ട്, പിന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഉണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് മെക്കാനിക്കലൊക്കെ ആണെങ്കിൽ 6 വേക്കൻസി ഉണ്ട്. 14,625 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വളരെ സിമ്പിളായിട്ട് ഇതിൽ 3 ഇയർ ഡിപ്ലോമ മതിയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. ഓക്കെ, റെഗുലർ ആണെങ്കിലും പറ്റും, അതായത് ലാറ്ററലിൻ്റെ 2 ഇയർ വർഷം കഴിഞ്ഞിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിലും 2 വർഷം ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥി ലാറ്ററലിൻ്റെ കയറി ഡിപ്ലോമ പൂർത്തിയാക്കുകയാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഏജ് ലിമിറ്റ് 36 പിന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഇത്ര വർഷം വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് AV മെഷീനറീസ് ഇതിലൊക്കെയുള്ളൊരു അത്യാവശ്യം ഒരു വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ആർക്കും വേണം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഓരോന്ന് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എല്ലാം പറയുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നുന്നു, കാരണം നിങ്ങൾക്ക് തന്നെ ഇതിൽ വന്നിട്ട് ഓരോന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി ഓരോന്നും എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു 2-3 ഒരു കാറ്റഗറി ഒക്കെ ആക്കിയിട്ട് വേണം ഓരോ വീഡിയോ ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം പിന്നെ ഇതിൽ നമുക്ക് ഡെപ്യൂട്ടി മാനേജർ അങ്ങനെ പല കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊരു വേക്കൻസിയാണ് ഡെപ്യൂട്ടി മാനേജർ ആകുമ്പോൾ MBA ഒക്കെയാണ് വേണ്ടത് കേട്ടോ. അത് HRM സ്പെഷ്യലൈസേഷനോട് അല്ലെങ്കിൽ MHRM വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റുകളുണ്ട്, ഇല്ലാത്ത സീനിയർ മാനേജർ അങ്ങനെയുള്ള അതിനൊക്കെ ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. ഇനി കുറച്ച് മുൻപ് ഇവിടെ നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളാണ്. ഇപ്പം ഇത് ലൈവായിട്ടുള്ള പോസ്റ്റാണ്, എന്നാലും ഈ പോസ്റ്റുകളുടെയും ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഇതിലേക്കും വേണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കണ്ടോ. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് നിങ്ങൾക്ക് അടക്കാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മലബാർ സിമെൻറ്റ് ലിമിറ്റഡ്, കെമിസ്ട്രി, ജിയോളജിസ്റ്റ്, മലബാർ സിമെൻറ്റ് ലിമിറ്റഡിൽ പിന്നെ ഡെപ്യൂട്ടി ചീഫ് കെമിസ്ട്രി അങ്ങനെ ജനറൽ മാനേജർ ഒരുപാട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയർ കമ്പനി, ഇതൊക്കെ നമ്മുടെ പബ്ലിക് സെക്ടർ കമ്പനികളാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിലേക്കുള്ള വേക്കൻസികളൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് മുൻപ് വിളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് ജിയോളജിസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് കാണിക്കാം, ഒരു വേക്കൻസിയാണ്. ഇതിൻ്റെ ഡേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് മാർച്ച് 22 വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലേക്ക് എക്സ്പീരിയൻസ് 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം നിങ്ങൾക്ക് ഇതിലുള്ളത്. അപ്പം ഇതൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അപ്രന്റീഷിപ്പിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്രന്റീഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ചാനലിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണാം, അതിൽ നന്നായിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ പേജിലേക്കും വരെ ഡിഫോൾട്ടായിട്ട് യൂസർ നെയിം പാസ്വേഡ് അടിക്കില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ 1 ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം 1 ടൈം രജിസ്ട്രേഷൻ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആധാർ കാർഡിൽ നമ്മുടെ പേര് എങ്ങനെയാണോ അതേപോലെ കൊടുക്കുക, ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ആധാർ കാർഡിൻ്റെ നമ്പറും ആധാർ കാർഡിൽ നമ്മുടെ പേരും കൊടുത്തിട്ട് നമ്മളത് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനെ പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്വേഡ് ഒരു മാനുവലായിട്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാം. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വെരിഫൈ ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ വരും, ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും, ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് എന്ന് കൊടുക്കുക. OTP വന്നില്ല, റീസെൻറ്റ് OTP ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾ OTP വരും, അത് സബ്മിറ്റ് കൊടുക്കുക. ഇമെയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ റീസെൻറ്റ് കൊടുത്താൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇമെയിലേക്ക് വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ മൊബൈലിലും ഈ പറയുന്ന ഇമെയിലിൻ്റെ OTP നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്നുള്ള അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നേരെ നമ്മൾ എന്ത് ചെയ്യും, ലോഗിൻ പേജിലേക്ക് പോകും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലോഗിൻ ചെയ്യുക, നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് സൈൻ ഇൻ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈ പ്രൊഫൈലിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ പ്രൊഫൈലിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തുക. അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കട്ടോ. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം.
അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് ഫോട്ടോ വേണം, പിന്നെ സിഗ്നേച്ചർ വേണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ വേണം, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം, ഏജ് പ്രൂഫ് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് മതി, പിന്നെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ വേണ്ട, അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിജിറ്റൽ കോപ്പി നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. അതൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റും <50 KB ആ ഒരു ഫയൽ സൈസും ആയിരിക്കണം കേട്ടോ. ഓക്കെ, സിഗ്നേച്ചർ ആണെങ്കിൽ 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റും <50 KB സൈസുള്ളതായിരിക്കണം സിഗ്നേച്ചർ നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള. ഇനി മറ്റ് ഫയലുകളൊക്കെ ആണെങ്കിൽ PDF ഫോർമാറ്റിലായിരിക്കണം കേട്ടോ. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ PDF ഫോർമാറ്റിലായിരിക്കണം. >1 MB താഴെ ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന വീഡിയോ, അതായത് എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിതമായ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അയച്ചു തന്നാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ചെയ്യാം. ഇനി അതല്ല, ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ഇവിടെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, വീഡിയോ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് ഈ പറയുന്ന വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുള്ള വീഡിയോസ് ഉണ്ട്. ഇനി ഇത് കണ്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് നമ്മളൊരു വീഡിയോ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോകണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഓൺലൈനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് മറ്റു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇതായി ട്യൂട്ടോറിയൽ വീഡിയോ മതിയെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നീറ്റായുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ വീഡിയോ കണ്ടാൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ലിങ്കിലുണ്ട്. അപ്പോൾ ഞാൻ ഈ പേജിൻ്റെ ഹോം പേജിൻ്റെ, അതായത് ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൻ്റെ ആ ഒരു ലിങ്ക് ആയിരിക്കും ഞാൻ തരാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഏതാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾ നോക്കുക. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അപ്ലൈ ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്യുക. ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന വിവിധ പോസ്റ്റിലേക്ക് നമുക്ക് പിന്നീട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് മാക്സിമം കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.